നമസ്കാരം, ഞാൻ ജോർജ് പീറ്റർ, സീനിയർ ഫീൽഡ് ഓഫീസർ, DSP നെരിയമംഗലം. നമ്മളിപ്പോൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ വിത്ത് തേങ്ങ ഉൽപ്പാദിപ്പിച്ച ശേഷം എങ്ങനെ ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ഏകദേശം ഒരു 1.5 മീറ്റർ വീതിയുള്ള തവാരണ നമ്മൾ തയ്യാറാക്കി ആ 1.5 മീറ്റർ വീതിയുള്ള തവാരണയിൽ രണ്ട് തേങ്ങകൾ തമ്മിൽ 30 സെൻറ്റിമീറ്ററും 2 വരികൾ തമ്മിൽ 30 സെൻറ്റിമീറ്റർ എന്നുള്ള ആ ഒരു അകലത്തിലാണ് നമ്മൾ ഈ തവാരണയിൽ തേങ്ങ പാകുന്നത്. തേങ്ങ പാകുന്നത് പ്രധാനമായും 2 മെത്തേഡുകൾ ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ, അതായത് കിടത്തി പാകുന്നവയും, വേറൊന്ന് നിർത്തി പാകുന്ന വെർട്ടിക്കൽ രീതി. നേര്യമംഗലം ഫാമിൽ നമ്മൾ പ്രധാനമായിട്ടും അനുവർത്തിക്കുന്നത് കിടത്തിപ്പാകുന്ന ഹൊറിസോണ്ടൽ രീതിയാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. ആ ഹൊറിസോണ്ടൽ രീതിയിൽ അനുവർത്തിക്കുമ്പോഴുള്ള നേട്ടം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തൈ മുളയ്ക്കുന്ന ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ കിടത്തിപ്പാകുന്ന സാഹചര്യത്തിൽ നമ്മൾ വലിയ വശം മുകളിൽ വരത്തക്ക രീതിയിൽ ആണ് നമ്മൾ തവാരണകളിൽ വിത്ത് തേങ്ങ പാകുന്നത്. വിത്ത് തേങ്ങ പാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെതലൊക്കെ എന്നുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ നമ്മൾ ചെതലിനുള്ള കീടനാശിനികൾ ഇട്ടതിന് ശേഷം വേണം പാകാനായിട്ട്. ഇങ്ങനെ പാകിയ തവാരണ ഇതുപോലെ ഇങ്ങനെ പാകിയ തൈകൾ ഒരു മാസം മുതൽ മുളച്ചു തുടങ്ങും. അത് ഏകദേശം ഒരു 6 മാസക്കാലത്തോളം നമ്മളങ്ങനെ വാച്ച് ചെയ്യും. 6 മാസത്തിന് ശേഷം മുളയ്ക്കുന്നത് നമ്മൾ ഒരിക്കലും ഇത് എടുക്കാറില്ല. അതിന് 6 മാസത്തിന് ശേഷമുള്ള മുളയ്ക്കാത്ത വിത്ത് തേങ്ങ മുഴുവൻ നീക്കം ചെയ്യുക എന്നുള്ള രീതിയാണ് ഇവിടെ അനുവർത്തിക്കുന്നത്. നമുക്ക് കാണാം, ഇപ്പോൾ ഒരു ഏകദേശം 11 മാസം പ്രായമായ ഒരു നഴ്സറി ആണ് ഇവിടെ കാണുന്നത്. ഒരു ക്വാളിറ്റി സീഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഒരു തെങ്ങിൻ തൈയാണ്. പ്ലാന്റ് ചെയ്യാൻ പറ്റിയ ഒരു തൈയാണ്. കാരണം ഏകദേശം 6 മുകളിലുള്ള ഇലകൾ ഉണ്ടായിരിക്കണം. അതായത് കണ്ണാടിക്കനം ഒരു 12 സെൻറ്റിമീറ്ററെങ്കിലും കണ്ണാടിക്കനം ഉണ്ടായിരിക്കണം. നേരത്തെ മുളയ്ക്കുന്ന തൈകളാണ് ഇത് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ കാണാം, നേരത്തെ ഓല വിരിയുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ ഇതൊരു ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ നമ്മൾ ഇത് ഏകദേശം ഒരു 11 മാസം പ്രായമായ തെങ്ങിൻ തൈയാണ് എൻ്റെ ഇരിക്കുന്നത്. അതിൻ്റെ വേരിൻ്റെ വളർച്ചയും കൂടുതലായിരിക്കും. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതൊരു MGD വെറൈറ്റി തെങ്ങിൻ തൈയാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കിയ തവാരണ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വർഷത്തിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതിൻ്റെ വീഡിങ് നടത്തി പരിപാലിക്കണം. അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ജലസേചനം കിട്ടത്തക്ക രീതിയിൽ ഇറിഗേഷൻ നമ്മൾ പ്ലാൻ ചെയ്യണം. ഈ ഒരു 11-12 മാസം, ഏകദേശം ഒരു 11-12 മാസം ആകുന്ന പ്രായത്തിൽ നമുക്കിത് ഇതുപോലെയുള്ള തൈകൾ സെലക്ട് ചെയ്ത് കർഷകർക്ക് വിതരണം ചെയ്യാവുന്നതാണ്.